الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد. സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും റഹ്മാനായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഉണർത്തുന്നു. റഹ്മാനായ അല്ലാഹു അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി മുത്തഖികളും മുവഹിദുകളുമായി ജീവിക്കുവാനും മരിക്കുവാനും നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ പരിചിതമായ സൂറത്തുൽ ഫജ്ർ, അതിലെ 89-ാമത്തെ അധ്യായം, അതിലെ 21 മുതൽ 26 വരെയുള്ള വചനങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. ഖിയാമത്ത് നാളിന്റെ ഭീകരതയും ഭയാനകതയും അനന്തരം മഹ്ശറിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നതുമായ രംഗമാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. കല്ല, അല്ല, ഇതാ ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക, ഭൂമി പൊടിപൊടിയായി പൊടിക്കപ്പെടുമ്പോൾ, വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ, നിന്റെ രക്ഷിതാവും അണിയണിയായി മലക്കുകളും വരികയും ചെയ്യുമ്പോൾ, വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്ന് നരകം കൊണ്ടുവരപ്പെടുകയും ചെയ്യുമ്പോൾ, യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ, അന്ന് മനുഷ്യനിങ്ങനെ ഓർക്കും, വഅന്നാ ലഹു ദിക്റ, ആ ഓർമ്മ എവിടെ നിന്നവന് വന്നു, അല്ലെങ്കിൽ അപ്പോൾ ആ ഓർമ്മ കൊണ്ടെന്ത് ഫലം. യഖൂലു, അവൻ പറയും,
യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി നന്മകൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്, അന്ന് അല്ലാഹു ശിക്ഷിക്കും പ്രകാരം ആരും ശിക്ഷിക്കുകയില്ല. വലാ യൂസിഖു വഥാഖഹു അഹദ്, അന്ന് അല്ലാഹു പിടിച്ചു ബന്ധിക്കും പോലെ ഒരാളും പിടിച്ചു ബന്ധിക്കുകയുമില്ല. ഇതാണ് ഈ വചനങ്ങളുടെ സാരം. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ ഖിയാമത്ത് നാളിനെ കുറിച്ചും മഹ്ശറിനെ കുറിച്ചും നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന രംഗങ്ങളെ കുറിച്ചും ഒരുപാട് പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തൗഹീദ് കഴിഞ്ഞാൽ ഏറ്റവും അധികം മനുഷ്യനെ ചിന്തിപ്പിക്കുന്നത് ആഖിറത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവന്റെ മരണം മുതൽ തുടങ്ങുന്ന, ബർസഖിലൂടെ കടന്നു പോകുന്ന, അവസാനം വിചാരണയ്ക്ക് വിധേയമായി ശിക്ഷാരക്ഷകൾക്ക് അർഹരാകുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന വചനങ്ങൾ. അങ്ങനെയുള്ള വചനങ്ങളിൽ പെട്ടത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു അൻഫാലിലെ 51-ാമത്തെ വചനം, അൽ കഹ്ഫിലെ 57-ാമത്തെ വചനം, സൂറത്തുൽ ഹശറിലെ 18-ാമത്തെ വചനം, സൂറത്തു നബയിലെ 40-ാമത്തെ വചനം. ഇതൊക്കെ ഈ ആശയവുമായി ബന്ധപ്പെട്ട് വരുന്നത് തന്നെയാണ്. ഞാൻ ആയത്തുകളുടെ നമ്പർ പറഞ്ഞു വെച്ചത് ഓരോ ആയത്തും വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഖിയാമത്ത് നാളിന്റെ ഭീകരതയോ മഹ്ശറിന്റെ അവസ്ഥയോ ഒന്നുമല്ല. ആ മഹ്ശറിൽ ഞാനും നിങ്ങളും പറയേണ്ടി വരുന്ന ഒരു വിലാപം, ഒരു നിഷ്ഫലമായ വിലാപം, ഒരു രോദനം, അതിനെക്കുറിച്ച് മാത്രം ഒരല്പസമയം ഒന്ന് ചിന്തിക്കുക കൂട്ടായി. ആ വാചകം ഇതാണ്, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. അതിൻ്റെ ഇടയിൽ വന്ന വചനം. അപ്പൊ അപ്പുറവും ഇപ്പുറവും പറയാതെ ഈ വചനം മാത്രം എടുത്തു പറഞ്ഞാൽ അത് അതിൻ്റെ ആധികാരികതയിലേക്ക് എത്തുകയില്ല. അതുകൊണ്ടാണ് അപ്പുറവും ഇപ്പുറവും കൂടി സൂചിപ്പിച്ചത്. എന്താണ് ആ വിലാപം, അല്ലെങ്കിൽ എന്താണ് ആ രോദനം? ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നാണ് ആ വാചകം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലി ഹയാത്തി എന്ന പ്രയോഗമാണ്, എൻ്റെ ജീവിതത്തിന് വേണ്ടി. ഇപ്പൊ നമ്മളൊക്കെ ഈ ഐഹിക ജീവിതത്തിൽ ജീവിക്കുന്നതോ അത് ജീവിതമാണ്. പക്ഷേ യഥാർത്ഥ ജീവിതത്തെ കുറിച്ചുള്ള ഒരു പരാമർശമാണ് ലി ഹയാത്തി എന്ന് പറഞ്ഞത്. ആ ജീവിതത്തിന് വേണ്ടി ഞാൻ മുൻകൂട്ടി എന്തെങ്കിലും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നാണ് ആ പറഞ്ഞത്. അപ്പൊ സൽക്കർമ്മങ്ങൾ ചെയ്തു വെക്കാതെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞ് ഇങ്ങനെയുള്ള അവസ്ഥകൾ സംജാതമാകുവാനുണ്ട്, അഭിമുഖീകരിക്കാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലുകൾ വരുമ്പോൾ അതിനെയെല്ലാം അവഗണിച്ച് പുച്ഛിച്ച് തള്ളി വരുമ്പോൾ കാണാം എന്ന മനോഭാവത്തോടു കൂടി ജീവിക്കുന്നവർ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു രംഗമാണ്. കാരണം ഇങ്ങനൊരു അവസരം വരാനുണ്ട് എന്ന ബോധത്തോടു കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കുറേ ഒക്കെ ആ ഒരു രംഗത്തിന് വേണ്ടി, ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തു വെക്കുന്നുണ്ടാകും പലതും. മറ്റുള്ളവർ അങ്ങനെയുള്ള ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ട് അതിനെ പുച്ഛിച്ചതാണ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തലുകൾ. ഇപ്പം വെള്ളിയാഴ്ച ദിവസങ്ങളായാൽ നമ്മുടെയൊക്കെ മെമ്പറുകളിൽ നിന്ന് ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പരലോകത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ എത്ര ഓർമ്മിപ്പിച്ചാലും ശരി, ആ വക കാര്യങ്ങൾക്ക് അതിൻ്റെതായ പ്രാമുഖ്യവും പ്രാധാന്യവും നൽകി ഗൗരവവും നൽകി ജീവിതത്തെ ചിട്ടപ്പെടുത്താതെ നാം പോയി കഴിഞ്ഞാൽ നമ്മളും ഈ വിലാപത്തിന് അർഹരാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, ദുന്യാവ് അഥവാ ഐഹികം എന്ന് പറയുന്നത് നമുക്കറിയാം. ദുന്യാവും ആഖിറവും എന്ന പ്രയോഗം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ആ ദുന്യാ എന്ന പ്രയോഗം തന്നെ നാം മനസ്സ് ചിന്തിച്ചാൽ അതെന്തിനാണ് നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മൾ പുറത്തേക്ക് വന്ന് അവിടെ ഒരു ജീവിതം അള്ളാഹു നിശ്ചയിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നാം പുറത്തേക്ക് വന്നു. തുടർന്നൊരു ജീവിതം അള്ളാഹു ഒരു നിശ്ചിത കാലം വരെ നിശ്ചയിച്ചു. ആ കാലത്ത് നാം ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ജീവിതത്തിൽ നാം നമ്മളുടെ തത്വം അല്ലെങ്കിൽ നമ്മളുടെ
ഉദ്ദേശ്യം എന്തായിരിക്കണം എന്നുള്ളത് കൃത്യമായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ. ഇഹലോകം എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. ഇവിടെയാണ് കൃഷി ഇറക്കേണ്ടത്, ഇവിടെയാണ് വിളവിറക്കേണ്ടത്. ആ വിളവ് കൊയ്തെടുക്കുന്നത് പരലോകമാണ്. അവിടെ എത്തുമ്പോഴാണ് ആ യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി ചെയ്തു വെക്കേണ്ടത് ചെയ്തു വെക്കാതെ, നേടി വെക്കേണ്ടത് നേടിയെടുക്കാതെ, നേടിയെടുക്കേണ്ടത് നേടിയെടുക്കാതെ എങ്ങനെയൊക്കെയോ ജീവിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ആ രംഗം അവിടെ കാണുമ്പോൾ വിലപിക്കുകയാണ്. എൻ്റെ യഥാർത്ഥ ഈ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എന്ന്. ഒരു രക്ഷയുമില്ല ആ ആലോചന കൊണ്ട്, ആ വിലാപം കൊണ്ട്. നാം മനസ്സിലാക്കുക, നാം ഇപ്പോൾ ഒരു കലണ്ടർ മാറ്റിയിടാൻ പോവുകയാണ്. അല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ പള്ളികളിലും നമ്മുടെ വീടുകളിലും നമ്മളുടെ ഓഫീസുകളിലുമൊക്കെ പുതിയ കലണ്ടറുകൾ തൂങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ തൂക്കാൻ വേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ടാകും. ഒരു 5-6 ദിവസവും കൂടി കഴിഞ്ഞാൽ ഒരു വർഷം അങ്ങോട്ട് മാറുകയാണ്. ഒരു കലണ്ടർ മാറ്റുകയാണ്. ഒരു കലണ്ടർ മാറുന്നതോടുകൂടി ഇവിടെയാണ് നമ്മൾ നമ്മളെ കുറിച്ച് പരിശോധിക്കേണ്ടതും ആലോചിക്കേണ്ടതും. അപ്പം അതുപോലെ തന്നെ അടുത്ത വർഷത്തെ കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള പ്ലാനിങ് വരെ ആയിക്കഴിഞ്ഞിട്ടുണ്ടാകും നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ. അല്ലെങ്കിൽ അടുത്ത വർഷം എത്ര അവധി ദിവസങ്ങളുണ്ട്, ഏതെല്ലാം അവധി ദിവസങ്ങളാണ്, നോമ്പെന്നാണ്, പെരുന്നാൾ എന്നാണ്, മറ്റ് ആഘോഷങ്ങൾ എന്നൊക്കെയാണ് വരുന്നത് എന്ന് വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മളും പ്ലാനിങ്ങിലാണ്. ഏതൊക്കെ കാര്യം അടുത്ത മാസം, അടുത്ത മാസങ്ങളിൽ എന്തെല്ലാം നടക്കണം, എന്തെല്ലാം നടത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വെൽ പ്ലാൻഡ് ആണ് നമ്മൾ. ആ പ്ലാനിങ്ങോടുകൂടി ജീവിക്കുന്ന നമ്മൾ ഇവിടെ ഒരു വർഷം അങ്ങോട്ട്, ഒരു കലണ്ടർ അങ്ങോട്ട് മാറുമ്പോൾ ആ കഴിഞ്ഞ വർഷത്തെ കുറിച്ച് ഒരു ചെറിയ തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. അവിടെയാണ് യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി എന്ന പ്രയോഗത്തിന്റെ പ്രസക്തി എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക. ഇപ്പൊ പോയ വർഷം ഇപ്പൊ ഈ ഐഹിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, ദുന്യാവിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയ വർഷം എനിക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് എല്ലാ രംഗങ്ങളിലുമുള്ളവർ ആലോചിക്കുന്നുണ്ട്. തീർച്ചയായും ആലോചിക്കുന്നുണ്ട്. ഒരു സാലറി വാങ്ങുന്ന ആളാണെങ്കിൽ എത്ര സാലറി ഞാൻ വാങ്ങി, അതുകൊണ്ട് ഞാൻ എന്തെല്ലാം ചെയ്തു, എനിക്ക് വേണ്ടി എന്തെല്ലാം വാങ്ങി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തെല്ലാം ഒരുക്കി, എത്ര ചെലവ് കഴിഞ്ഞു, ഇനി അതിനുശേഷം മിച്ചം എത്രയുണ്ട്, എന്തെല്ലാം ചെയ്യാനുണ്ടാകും. ഇത് ഒരു സാലറി വാങ്ങുന്നവന്റെ മനസ്സിലെ ചിന്തയാണ്. ഒരു വർഷം പിന്നിടുമ്പോൾ, ഒരു മാസം പിന്നിടുമ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഒരു കച്ചവടക്കാരനാണെങ്കിലോ അവൻ ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ വർഷവും അവന്റെ കണക്കുകൾ അവൻ നോക്കും. പിഴവുകൾ ഉണ്ടെങ്കിൽ ആ പിഴവുകൾ തിരുത്താനുള്ള സർവതന്ത്രങ്ങളും അവൻ മെനയും. എന്നിട്ട് കച്ചവടം ലാഭകരമാക്കാനുള്ള അഹോരാത്രമുള്ള യത്നമായിരിക്കും അവന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക. ഒരു കർഷകനാണെങ്കിലോ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്ത കൃഷി ഈ വിളവെടുപ്പ് സന്ദർഭത്തിൽ എത്രത്തോളം തനിക്ക് കിട്ടി, ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ എത്ര നാശനഷ്ടങ്ങൾ സംഭവിച്ചു, അതിനെ ഓവർടേക്ക് ചെയ്യാൻ ഞാൻ ഇനി എന്തെല്ലാം ചെയ്യണം, അവന്റെ ചിന്തയും ആലോചനയും അതായിരിക്കും. അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ തലങ്ങളിൽ അവരവരുടേതായ ആലോചനകൾ, ലാഭനഷ്ടങ്ങളുടെ കണക്കെടുക്കലുകളും, ഇനി ഇത് ഓവർടേക്ക് ചെയ്തു പോകാൻ അടുത്ത വർഷം എന്തെല്ലാം ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്നുപോലും ആലോചിച്ചു വെച്ചുകൊണ്ട് ഈ നൈമിഷികമായ ജീവിതത്തിന് വേണ്ടി ആലോചിച്ചു വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ശാശ്വതമായ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ആലോചന കഴിഞ്ഞ വർഷം പിന്നിടുമ്പോൾ, ഒരു വർഷം പിന്നിടുമ്പോൾ എത്ര നന്മകൾ ഞാൻ ഒരുക്കി വെച്ചു, എത്ര തിന്മകളിൽ നിന്ന് ഞാൻ അകന്ന് ജീവിച്ചു. അത് തന്നെയുമല്ല, അള്ളാഹു നിശ്ചയിച്ച ആയുസ്സിൽ ഒരു വർഷവും കൂടി എനിക്ക് പിന്നിട്ടു. എൻ്റെ ഖബറിലേക്ക്, എൻ്റെ പരലോകത്തേക്ക് ഞാൻ ഒരു വർഷവും കൂടി അടുത്തു. ഈ ചിന്ത നമുക്കുണ്ടാകാറുണ്ടോ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചതുപോലെ വഹാദിഹി ദുനിയാ മുർതഹിലത്തുൻ ദാഹിബ വഹാദിഹിൽ ആഖിറ മുർതഹിലത്തുൻ ഖാദിമ. ഇതാ ഈ ദുനിയാവ് യാത്ര ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു, ഈ ആഖിറം ഇതാ യാത്ര ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു ആലോചന നമുക്ക് ആവശ്യമില്ലേ? ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ദുന്യാവ്, വന്നുകൊണ്ടിരിക്കുന്ന പരലോകം, ഇതിനു വേണ്ടി എന്തെല്ലാമാണ് ഇതിൻ്റെ ഇടയിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, പ്രായഭേദമന്യേ
സാമ്പത്തിക വ്യത്യാസമന്യേ, വർണ്ണമോ വർഗമോ ദേശമോ ഭാഷയോ പദവിയോ ഒന്നും നോക്കാതെ കടന്നു വരുന്ന ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യമാണ് മരണം എന്ന് പറയുന്നത്. ഒരു സംശയവും ആർക്കും അതിലുണ്ടാവൂല. ഏറ്റവും നല്ല അരോഗ ദൃഢഗാത്രനായ ആൾ പെട്ടെന്ന് മരിച്ചു വീഴുന്നു. അതേപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇങ്ങനെ കിടക്കകളിൽ കഴിച്ചു കൂട്ടുന്നു. ഇതൊക്കെ ദിനേന എന്നോണം നമ്മൾ അനുഭവിച്ചറിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ടാണ് നാം ഈ ലോകത്തെ ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിച്ചത് സർവ ആസ്വാദനങ്ങളെയും സർവ സുഖ സൗകര്യങ്ങളെയും മുറിച്ചു കളയുന്ന ആ മരണത്തെ നിങ്ങൾ ഓർക്കണം എന്ന്, അധികരിപ്പിക്കണം അതിന്റെ ഓർമ്മ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്തിനാണ്? നമ്മൾ ആ മരണത്തെ കുറിച്ച് ഓർക്കാനും അതിനുവേണ്ടി ഒരുങ്ങാനും വേണ്ടി മാത്രമാണ്. ഇഹലോകത്ത് നന്മ വേണ്ടെന്നോ, ഇഹലോകത്ത് ജോലി വേണ്ടെന്നോ, ഇഹലോകത്ത് കച്ചവടം വേണ്ടെന്നോ, ഇഹലോകത്ത് കൃഷി വേണ്ടെന്നോ, ഇഹലോകത്ത് നന്മകൾക്ക് വേണ്ടി ആഗ്രഹിക്കണ്ട എന്നൊന്നും ഈ പറയുന്നതിന് അർത്ഥമില്ല. ആത്യന്തികമായതായി പോകരുത് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ പ്രാർത്ഥന തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന. അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന രണ്ട് തലത്തിലും നന്മ മാത്രമാണ് ചോദിക്കുന്നത്. ദുനിയാവിലും നന്മ, ഇവിടെ കുറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദാരിദ്ര്യവും പട്ടിണിയും ഇതൊക്കെ ആകണമെന്ന് ആഗ്രഹിക്കാനല്ല പറഞ്ഞത്. ഇവിടെ എല്ലാ തരത്തിലുള്ള നന്മ വേണം. അതേപോലെ മരണശേഷവും പരലോകത്തും നന്മ വേണം. നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം. ഇതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടത് ഇവിടെ അധ്വാനിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മനുഷ്യരെല്ലാവരും എത്രമാത്രം ആസ്വദിച്ച് സുഖിച്ച് ജീവിച്ചാലും ശരി, അതിനെല്ലാം മുറിച്ചു കളഞ്ഞുകൊണ്ട് ഒരു നിശ്ചിത സമയം ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരും. ആ പോകുന്ന പോക്കിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഉപദേശിക്കുന്ന ഒരു ഉപദേശമുണ്ട്, ഉണർത്തുന്ന ഒരു ഉണർത്തലുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ഇതാണ് അല്ലാഹു വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത്. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി, മരണാനന്തര ജീവിതത്തിന് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നതൊന്ന് നോക്കണം, പരിശോധിക്കണം, പരിശോധന നടത്തണം. ഓരോ ദിവസവും ആത്മപരിശോധന വിശ്വാസിക്ക് ആവശ്യമാണ്. അവന്റെ പ്രഭാതത്തിൽ അവൻ ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം അവൻ ഏതൊക്കെ മേഖലകളിലാണോ ഉള്ളത് ആ മേഖലകളിലെല്ലാം വ്യാപൃതനാകി കഴിഞ്ഞതിന് ശേഷം അവൻ രാത്രിയിൽ അവന്റെ കിടപ്പറയിലേക്ക് പോയി ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യ എന്ന് പറഞ്ഞുകൊണ്ട് വലതുഭാഗം ചേർത്ത് വെച്ചുകൊണ്ട് അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ലഹ്രി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത എന്ന് മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ഞാൻ ഇന്ന് എത്ര നന്മകൾ ചെയ്തു, എന്റെ ഫർള് നമസ്കാരങ്ങളെല്ലാം ജമാഅത്തായിട്ടായിരുന്നു പോകും, അതിന്റെ ഒപ്പമുള്ള നവാഫിലുകളിൽ ഞാൻ എത്ര കൃത്യത പാലിച്ചു, എത്ര അള്ളാഹുവിനെ പ്രകീർത്തിച്ചു, എത്ര അള്ളാഹുവിനെ വാഴ്ത്തി, എത്ര അള്ളാഹുവിന് നന്ദി പറഞ്ഞു, എത്ര അള്ളാഹുവിന്റെ നേർക്ക് കൈകൾ ഉയർത്തി, അവനോട് എത്ര ഇസ്തിഗ്ഫാർ ചെയ്തു. ഒന്ന് ആലോചിച്ച് കിടക്കണം. അപ്പോൾ നമുക്ക് അന്ന് ചെയ്ത കാര്യങ്ങൾ തീർച്ചയായും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ തെറ്റുകളും പോരായ്മകളും അരുതായ്മകളും ഉണ്ടെങ്കിൽ അടുത്ത ദിവസം അത് നമുക്കത് ശ്രദ്ധിക്കാനും മാറ്റാനും കഴിയും. ഇങ്ങനെ ജീവിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് ഒരു വിശ്വാസിയുടെ വിജയം എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേ നമ്മളുടെ ഒപ്പം ഉണ്ടാവുകയുള്ളൂ. അർത്ഥം പോലും പറയണ്ട, സുപരിചിതമാണ് അത്രയേ, അതേ ഉണ്ടാവുകയുള്ളൂ. അതനുസരിച്ചായിരിക്കണം നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്.
ഇത്തരം കാര്യങ്ങൾ ഓരോ ദിവസം പിന്നിടുമ്പോഴും നാം ഒരു കലണ്ടർ മറിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു അടുത്ത വർഷത്തേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ള ഈ വേളയിൽ കഴിഞ്ഞതിനെ സംബന്ധിച്ചൊന്ന് ചിന്തിക്കുകയും പോരായ്മകൾ നികത്തി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നാളുകൾ ഇതിനേക്കാൾ കൂടുതൽ നല്ലതാക്കി തീർക്കാനുള്ള ഒരു ശ്രമമായിരിക്കണം ഒരു വിശ്വാസിയുടെ മനസ്സിൽ നിന്ന് ഒരു ന്യൂ ഇയർ കടന്നു വരുമ്പോൾ ഉണ്ടാകേണ്ടത്. അല്ലാതെ ന്യൂ ഇയറിന്റെ പേരിൽ പുതിയ വർഷത്തെ ആഘോഷിച്ച് ലഹരികളുടെ അകമ്പടിയോടുകൂടി ആഭാസത്തോടുകൂടി ആഘോഷിച്ച് എല്ലാം തകർത്ത് തരിപ്പണമാക്കി പോകുന്ന ഒരു ചിന്തയും ആഘോഷവുമല്ല, ആ സംസ്കാരമല്ല ഒരു വിശ്വാസിയുടെ മനസ്സിലൂടെ കടന്നു വരേണ്ടത്. ഇങ്ങനെ പോകുമ്പോൾ അവൻ ചിന്തിക്കേണ്ട ഇതാണ്, കഴിഞ്ഞ നാളുകൾ എനിക്കെന്ത് ഗുണം, ഇനി വരുന്ന നാളുകളിൽ അള്ളാഹു ആയുസ് നൽകിയാണെങ്കിൽ എന്തെല്ലാം ആയിരിക്കണം ഞാൻ എന്നുള്ള ഒരു ചിന്ത, അതാണ് നാം ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് പൂർവികന്മാരായ പണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വ്യാകുലപ്പെട്ടിരുന്നത്. നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പലതിനെ കുറിച്ചും വ്യാകുലതകളുണ്ട്. രോഗത്തെക്കുറിച്ചുണ്ട്, പ്രയാസത്തെക്കുറിച്ചുണ്ട്, പട്ടിണിയെക്കുറിച്ചുണ്ട്, മറ്റത് മരണത്തെക്കുറിച്ചുണ്ട്. ഇങ്ങനെ പലതിനെ കുറിച്ചുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളുമുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരാണ്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്ത് ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. മറ്റാരെക്കാളും കൂടുതൽ നമുക്കറിയാം ചരിത്രം, ഞാൻ അതിലേക്ക് പോവുകയല്ല. ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോടാണ് ഖുർആൻ ഓതി കേൾപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അങ്ങനെയാണ് പ്രവാചകനോട് ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ ദൂതരെ, ഖുർആൻ അങ്ങക്കല്ലേ അവതരിച്ചത്, ഞാൻ എന്തിന് ഓതിത്തരണം എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകന്റെ മറുപടി, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റൊരാളിൽ നിന്ന് കേൾക്കാൻ എനിക്ക് അതിയായ താല്പര്യമുണ്ട്, അതുകൊണ്ട് ഒന്ന് ഓതിത്ത എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർബന്ധപൂർവമുള്ള ആ കൽപ്പന പാലിച്ചുകൊണ്ട് സൂറത്തുൻ നിസാ ഓതിയതും 40-ാമത്തെ വചനം എത്തിയപ്പോൾ فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا എന്ന വചനമെത്തിയപ്പോൾ മതി ഇബ്നു മസ്ഊദ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയും ചെയ്ത ആ പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെയുമല്ല, ഖുർആൻ ഏറ്റവും കൂടുതൽ നന്നായി പാരായണം ചെയ്യുന്ന ഹൃദിസ്ഥമാക്കിയിട്ടുള്ള സഹാബി. ആ സഹാബി പറയുന്ന ഒരു വചനമുണ്ട്, വളരെ ചിന്തനീയമാണ്. ഈ അവസരത്തിൽ അദ്ദേഹം പറയുകയാണ്, മാ നദിംതു അലാ ശൈഇൻ, എനിക്കൊന്നിനെ കുറിച്ചും വേവലാതി ഉണ്ടായിരുന്നില്ല, എനിക്കൊന്നിനെ കുറിച്ചും ദുഃഖമുണ്ടായിരുന്നില്ല, എനിക്കൊരു കാര്യത്തെയും പറ്റി വിഷമമുണ്ടായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നദിമി അലാ യൗമിൻ വറബത്ത് ശംസുഹു, എന്റെ ദുഃഖം, എന്റെ വിഷമം, എന്റെ പ്രയാസം ഓരോ ദിവസത്തെ കുറിച്ചുമാണ്. ആ ദിവസം ഏതാണ്? വറബത്ത് ശംസുഹു, അന്ന് സൂര്യൻ അസ്തമിക്കുന്നു. സൂര്യൻ അസ്തമിക്കുന്ന ഓരോ ദിവസവും സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ ദിവസത്തെ കുറിച്ചായിരുന്നു എന്റെ ഖേദം. എന്താണ് ഖേദം? എന്താണ് ദുഃഖം? എന്താണ് പ്രയാസം? നഖസ ഫീഹി അജലി, ആ ദിവസത്തോടുകൂടി എന്റെ ഒരു ദിവസത്തെ അവധി അല്ലാഹു നിശ്ചയിച്ച അവധി ചുരുങ്ങിപ്പോയി. പിന്നെയോ വലം യസിദ് ഫീഹി അമലി, ഒരൊറ്റ അമലും ആ ദിവസത്തിൽ എനിക്ക് കൂട്ടാനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ സൂര്യൻ അസ്തമിച്ച് ഓരോ ദിവസവും പോകുമ്പോഴുള്ള ദുഃഖമാണ് എനിക്കുള്ളത്, അല്ലാതെ മറ്റൊരു പ്രയാസവും എനിക്കുണ്ടായിരുന്നില്ല എന്ന് മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അവരൊക്കെ എത്രമാത്രം സൂക്ഷിച്ച് ജീവിച്ചവരാണ്. ഖുർആനായിരുന്നു അവർ, ജീവിക്കുന്ന പ്രതീകങ്ങളായിരുന്നു അവർ. നമ്മൾ ഈ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഖുർആനുമായിട്ടുള്ള ബന്ധം എത്ര എന്ന് നമുക്ക് ചിന്തിക്കാം, ആലോചിക്കാം. എത്ര പാരായണം ചെയ്തു? ഒരു പ്രാവശ്യം ഈ ഒരു വർഷം കൊണ്ട് ഖുർആൻ ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പല പ്രാവശ്യങ്ങൾ ഓതിയിട്ടുണ്ടോ? അതല്ല ഒട്ടും ഓതാതിരിക്കുകയാണോ നാം ചെയ്തിട്ടുള്ളത്? ചിന്തിക്ക് സഹോദരങ്ങളെ. എന്നിട്ട് നമ്മൾ ഓരോന്നിനു വേണ്ടി കാത്തിരിക്കുകയാണ്, ഓരോന്നിനു വേണ്ടി മാറ്റിവെക്കുകയാണ്. ഖുർആൻ ഒന്ന് എടുത്തൊരു പേജ് ഓതാൻ നമുക്ക് സമയമില്ല, ഖുർആൻ പഠിക്കാൻ നമുക്ക് സമയമില്ല, ഖുർആൻ പഠിപ്പിക്കുന്ന വേദികളിലെത്താൻ നമുക്ക് സമയമില്ല, നമുക്ക് ഒട്ടും ഒന്നിനും നേരമില്ല. നാം പായുകയാണ്, പരക്കം പായുകയാണ്.
ഈ പരക്കം പാച്ചിനിടയിൽ എല്ലാം നിലച്ചു പോകും. ആ നിലച്ചു പോയതിന് ശേഷം ചെല്ലണം റബ്ബിന്റെ മുമ്പിൽ. അപ്പോഴാണ് യാ ലൈതനി ഖദ്ദംതു ലിഹയാതി എന്ന വിലാപത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്ന് നാം ഓർക്കണം. അതുകൊണ്ട് കഴിഞ്ഞു പോകുന്ന നാളുകൾ ഒരു വർഷം അങ്ങോട്ട് പിന്നിടുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പിന്നിട്ട് പോകുന്നത് ഇസ്ലാമികമായി പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നും ഉള്ളതല്ല. പക്ഷേ കണക്കാക്കപ്പെടുന്നത്, മാറ്റപ്പെടുന്നത്, കലണ്ടറുകൾ മാറ്റപ്പെടുന്നത് ഈ സന്ദർഭത്തിലാണ്. അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ചൊരു ചിന്ത, ഒരാലോചന, പരലോകത്ത് അങ്ങനെ വിലപിക്കാതിരിക്കാൻ നമ്മുടെ ഓരോ ചെയ്തികളെ കുറിച്ച് നാം ചിന്തിക്കുക. നമ്മളുടെ ദാനധർമ്മങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഓരോ ദിവസവും രാവിലെ 2 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഒരു മലക്ക് പ്രാർത്ഥിക്കും അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, മറ്റേ മലക്ക് പ്രാർത്ഥിക്കും അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ. വളരെ പരിചയമുള്ള ഒരു കാര്യമാണിത്. അതുപോലും നാം ഓർക്കണം. ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ എത്ര പിശുക്കാണ് നമ്മൾ കാണിക്കുന്നത്, ആലോചിക്കണം. അതുപോലെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന രംഗത്ത് മാതാപിതാക്കളും കുടുംബവുമായിട്ടുള്ള ബന്ധങ്ങൾ, മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ, അയൽപക്കവുമായിട്ടുള്ള ബന്ധങ്ങൾ, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ എന്ന് തുടങ്ങി നമ്മുടെ വർത്തമാനം, നമ്മുടെ സംസാരം, നമ്മുടെ സമീപനം, നമ്മുടെ കൊടുക്കലുകൾ, നമ്മുടെ ഇടപെടലുകൾ എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ നമുക്ക് യാ ലൈതനി ഖദ്ദംതു ലിഹയാതി എന്ന് പറയേണ്ടി വരില്ല. മറിച്ച് സന്തോഷത്തോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടാം. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദാ. അതാണ് റബ്ബിനെ കണ്ടുമുട്ടാൻ. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ അഭിലഷിക്കുന്നുണ്ടെങ്കിൽ, അതാണ് കാത്തിരിക്കുന്നത് എങ്കിൽ സൽക്കർമ്മങ്ങൾ എമ്പാടും ചെയ്യുക. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ, പ്രവാചകന്റെ അധ്യാപനങ്ങളുള്ള സൽക്കർമ്മങ്ങൾ എമ്പാടും ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിനോട് പങ്കു ചേർക്കാതിരിക്കുക. അതാണ് സന്തോഷത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള രംഗം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു തിരിഞ്ഞു നോട്ടം, ആ തിരിഞ്ഞു നോട്ടത്തിൽ പോരായ്മകൾ നികത്തി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹവും അഭിലാഷവും പ്രാർത്ഥനയുമായി മുന്നോട്ട് നീങ്ങുക. സർവശക്തനായ റബ്ബ് നാം ചെയ്ത എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. കൂടുതൽ നന്മകൾ ചെയ്ത് സന്തോഷപൂർവ്വം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വിശ്വാസികളും വിശ്വാസിനികളുമാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കാൻ ഞാൻ ഉണർത്തുന്നു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ റജബ് മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ഏതാണ്ട് ഒരു 50, 54, 55 ദിവസം കഴിഞ്ഞാൽ പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കേണ്ടവരാണ് നാം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റജബ് മാസം യുദ്ധം നിഷിദ്ധമാക്കിയ 4 പവിത്ര മാസങ്ങളിൽ ഒന്നാണ്. നമുക്കറിയാം, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് ഈ 4 മാസങ്ങളാണ് യുദ്ധം നിഷിദ്ധമായ പവിത്രമായ മാസങ്ങൾ. ഇതിന് പ്രത്യേക പവിത്രത വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും ഒക്കെ നൽകിയിട്ടുള്ളതാണ്. ആ പവിത്രതയും പരിപാവനതയും പൂർണ്ണമായും റജബ് മാസത്തിന് നൽകാൻ നാം ബാധ്യസ്ഥരുമാണ്. അതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന, അത് നേടിയെടുക്കുന്ന വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ റജബ് മാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് തെറ്റായ ധാരണകളും കാഴ്ചപ്പാടുകളും അള്ളാഹുവിൻ്റെയോ പ്രവാചകന്റെയോ അധ്യാപനങ്ങളില്ലാത്ത കർമ്മങ്ങളും ഒരുപാട് നമുക്ക് കാണാൻ കഴിയുന്നു. അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ സൂചനകൾ മാത്രം നൽകുകയാണ്. അതിൽ 1-2 കാര്യങ്ങൾ. ഒന്ന്, റജബ് മാസം ആദ്യം അറിയിച്ചവർക്ക് സ്വർഗം ലഭിക്കും എന്ന ഒരു വചനം. ഈ ഹദീസ് സഹീഹല്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്,
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കർമ്മത്തിന് എടുക്കുന്നത് അല്ലെങ്കിൽ അവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവൻ പരിഗണിക്കേണ്ടത് സഹീഹായ ഹദീസാണ്. തറക്തു ഫീകും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തുഹുമാ കിതാബല്ലാഹി വസുന്നത റസൂലി. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കും പ്രവൃത്തിയും അംഗീകാരവുമാണ് സുന്നത്ത് എന്ന് പറയുന്നത്, സുന്നത്തുർ റസൂൽ. അത് മുറുകെ പിടിക്കാതെ നമുക്ക് രക്ഷയില്ല. അതിൽ എന്ത് പറഞ്ഞോ അതാണ് നമ്മളുടെ ജീവിതം. അത് എന്ത് ഒഴിവാക്കാൻ പറഞ്ഞോ അതിൽ നിന്ന് മാറി നിൽക്കലാണ് നമ്മുടെ ജീവിതം. അപ്പോഴേ നമ്മളൊരു സമ്പൂർണ്ണ മുസ്ലിമായി മാറുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. ഈ ഹദീസ് നിദാന ശാസ്ത്രജ്ഞന്മാർ ഇത് അംഗീകരിക്കുന്നില്ല സഹീഹായിട്ട്. മറ്റൊന്ന്, ഈ മാസമായാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു ദുആ ഉണ്ട്, ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇതാണ് ഹദീസ്. ആ പ്രാർത്ഥന അതും സഹീഹായ ഹദീസിന്റെ പിൻബലമുള്ള ഒരു പ്രാർത്ഥനയല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, റജബിലെ 1-ാമത്തെ രാത്രിയിലെ ദുആ പ്രത്യേകം സ്വീകരിക്കപ്പെടും എന്ന് പരാമർശിക്കുന്നതാണ്. അതും അടിസ്ഥാനമില്ലാത്തതാണ്. പിന്നെ മെഹ്റാജ് നടന്നത് റജബിലാണ്, അതുകൊണ്ട് മെഹ്റാജ് നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നോമ്പ്, അതും ഈ പറഞ്ഞതുപോലെ പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതാണ്. പിന്നെ സലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക നമസ്കാരം ഈ റജബ് മാസത്തിൽ, അതിനെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതൊക്കെ പറയുമ്പോൾ ഇതെന്ന് ഞാൻ എൻ്റെ സ്വന്തം വക എന്തോ പറയുന്ന പോലെ തോന്നും. അങ്ങനെ ആരും വിചാരിക്കണ്ട. ഇതിനെക്കുറിച്ച് ആധികാരികമായി ചർച്ച ചെയ്ത മുൻകാല പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ, ഹദീസ് നിദാന ശാസ്ത്രജ്ഞന്മാർ, അതിനുശേഷം വന്ന താബിഉകളായ പണ്ഡിതന്മാർ, താബിഉകൾ, സലഫുകളായ ആളുകളെല്ലാം തന്നെ ഈ ഹദീസുകളെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതിലൂടെ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏത് കാര്യത്തിലും മാതൃക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലിന്റെ മാതൃകയിൽ ഇതുണ്ടോ എന്ന പരിശോധനയാണ് ഒന്ന്. അതില്ല എന്ന് നാം കാണുന്നുവെങ്കിൽ അത് ഒഴിവാക്കുക, വേറെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത്, ഈ റജബിലെ നോമ്പ്, പ്രത്യേക നമസ്കാരം തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും ഫഹുവ കദിബുൻ മുഫ്തറ എന്നാണ്. കളവാണ്, കെട്ടിയുണ്ടാക്കപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല. ഇത് മഹാനായ ഇബ്നുൽ ഖയ്യിം എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. ഇമാം നബവി റഹിമഹുല്ല ഈ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തതിന് ശേഷം, ഇമാം നബവിയെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഷാഫിഈ മദ്ഹബിലെ തർജീഹിന്റെ മുജ്തഹിദാണ് എന്ന് പറഞ്ഞാൽ 2-ാം ഷാഫി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇമാമാണ് ഇമാം നബവി റഹിമഹുല്ല. അദ്ദേഹം പറയുന്നത്, ഇതിനെല്ലാം വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് വഹിയ ബിദ്അത്തുൻ ഖബീഹത്തുൻ മുൻകറത്തുൻ എന്നാണ്. ഇത് പിന്നെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ചീത്തയായ ബിദ്അത്ത് എന്ന് തന്നെയാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല പറയുന്നത്, ഈ ഹദീസുകളെ കുറിച്ച്, റജബിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, അതിലെ നമസ്കാരത്തെ കുറിച്ച് ഒക്കെ പരാമർശിക്കുന്ന ഹദീസുകളെല്ലാം ലഈഫത്തുൻ ഔ മൗളൂഅത്തുൻ എന്നാണ്. ഒന്നുകിൽ ദുർബലമാണ് ഹദീസുകൾ, അല്ലെങ്കിൽ നിർമ്മിതമാണ്. അപ്പൊ ദുർബലമായ ഹദീസ് കൊണ്ട് അമൽ ചെയ്താൽ, മൗളൂആയ നിർമ്മിതമായ ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്താൽ അതിന്റെ പ്രതിഫലം തരാനുള്ള അവകാശം അള്ളാഹുവിനില്ല, അള്ളാഹു നൽകുകയില്ല. കാരണം അവൻ പ്രതിഫലം തരുന്നതിന് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഉണ്ടാകണം എന്നുള്ളതാണ്. ഖുർആനിലുടനീളം ഇത് കാണാം, ഹദീസുകളിലുടനീളം ഇത് കാണാം. അതുകൊണ്ട് ഈ റജബിന് എന്ത് പ്രത്യേകതയാണോ, പവിത്രതയാണോ, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുൻഗാമികളായ പണ്ഡിതന്മാരും നൽകിയിട്ടുള്ളത് ആ പവിത്രത പൂർണ്ണമായും നൽകുകയും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ഈ നാളുകളെ നാം സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ റമളാനെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആസന്നമാകുന്ന റമളാൻ മാസത്തെ സന്തോഷപൂർവ്വം ആരോഗ്യപൂർവ്വം സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാറ്റിലും ഉപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും
അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.